26 ദിവസം പട്ടിണി കിടന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ലല്ലോ, ഈ രാജ്യത്തിന് വേണ്ടിയാണ്. നീറ്റ് എക്സാമിൽ നടന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ പല കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. പല കുട്ടികളും മാനസിക സംഘർഷങ്ങളിലേക്ക് വീണുപോയിട്ടുണ്ട്. എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഉത്തരവാദികളാരാ? കേന്ദ്ര ഗവൺമെന്റാണ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ്. അവർക്കൊന്നും ഉത്തരവില്ലല്ലോ. അപ്പൊ ഈ കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷന്റെ ഭാവിക്ക് വേണ്ടിയിട്ട്, നല്ല ഭാവിക്ക് വേണ്ടിയാണ് ആ സോനം വാങ്ചുക് എന്ന് പറയുന്ന ബിടെക് ബിരുദധാരിയായ എഞ്ചിനീയറായ, ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണ മേഖലകളിൽ ഔന്നിത്യം പ്രാപിച്ചിട്ടുള്ള, ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആ മനുഷ്യൻ മുമ്പിൽ പട്ടിണി കിടന്നത്. 10 കിലോയിലേറെ അദ്ദേഹത്തിന് കുറഞ്ഞിട്ടുണ്ടെന്നാണ്, തൂക്കം കുറഞ്ഞിട്ടുണ്ടെന്നാണ്. ഈ 10-20 ദിവസം കൊണ്ട് ഈ 10 കിലോയിലേറെ കുറയാന്ന് പറഞ്ഞാൽ, അപ്പൊ അത്രത്തോളം ബോഡി വീക്കായത് ഈ നാടിന് വേണ്ടിയാണ്. അവരെയും തീവ്രവാദികളാക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സോനം വാങ്ചുക് കൊളുത്തിയ വെളിച്ചത്തിൽ നിന്ന് ഉയർന്നു വന്നത് നമ്മൾ പരിഹസിക്കുന്ന ഈ ജെൻസി പിള്ളേർ എന്ന് പറയുന്ന കുട്ടികളാണ്. അപ്പൊ അവരുടെ നന്മ കണ്ട് ആ നന്മയെ നമ്മൾ പ്രചോദിപ്പിക്കുക എന്നുള്ളത്, അല്ലാതെ എല്ലാം കുട്ടികളിൽ കുറ്റം മാത്രം കണ്ട് പിള്ളേർ അങ്ങനെയാണ്, പിള്ളേർ ഇങ്ങനെയാണ്, പിള്ളേർ ഇങ്ങനെയാണ്, ഈ ഇങ്ങനെയാണെന്ന് കേട്ടാണ് പല കുട്ടികളും നശിഞ്ഞു പോണത്. ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ പല കുട്ടികളുണ്ട്, അവനെ കൊണ്ടൊരു ഗുണമില്ല, ഈ ഗുണമില്ല എന്ന് നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നിരന്തരം ഇങ്ങനെ പറയുമ്പോൾ ഗുണമില്ലാത്ത മക്കളായി പോകും. അവരിലുള്ള ഏതെങ്കിലും ഒരു നന്മ നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് മറ്റുള്ളവരോട് നല്ലത് പറഞ്ഞു നോക്കി, നമ്മുടെ കുട്ടികൾ ഉയർന്നു വരും. എന്റെ ബാപ്പ എന്നെ മനസ്സിലാക്കണത്, എന്റെ ഉമ്മ എന്നെ മനസ്സിലാക്കണത് അങ്ങനെയാണ് എന്നുള്ളൊരു തിരിച്ചറിവില് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാവും. നമ്മുടെ കുട്ടികൾ ആരും മോശമല്ല. അപ്പൊ ഈ ജൻസികളുടെ ഏറ്റവും മനോഹരമായ ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ അവിടെ കാണുകയാണ്. മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, സ്റ്റേറ്റുകൾക്കിടയിൽ പോലും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യയുടെ മക്കളാണ്, വി ദ ഇന്ത്യൻസ്, ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് കോട്ടകളെ ഇളക്കിയത്. അതിന്റെ പ്രതിഫലനമാണ് ക്രൂരമായ വേട്ടയാടലുകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ പോലീസ് വേഷത്തിൽ കുറെ ആളുകൾ, യഥാർത്ഥ പോലീസുകാരും പോലീസ് അല്ലാത്ത ആളുകളും ഒരു നെയിം ടാഗ് പോലും ഇല്ലാതെ സാധാരണ വസ്ത്രം ധരിച്ചവരും പോലീസ് വേഷത്തിലും ഒക്കെ വന്നിട്ട് ആ കുട്ടികളെ അടിക്കുകയാണ്, ക്രൂരമായി വേട്ടയാടുകയാണ്. ആ ലാത്തിയുടെ ചുറ്റും ആണികൾ തറച്ചു വെച്ച് അടിക്കുകയാണ്, ആൺപെൺ വ്യത്യാസമില്ലാതെ അടിക്കുകയാണ്. അതില് പെൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്സ് നോക്കി അടിക്കുന്ന പോലീസുകാരന്റെ വേഷത്തിലുള്ള ആളുകളെ പോലും നമ്മൾ അവിടെ കാണുകയാണ്. എത്രമേൽ മോശം, അടിച്ചമർത്താൻ. എന്തേ അവർ ചെയ്തത്? നീതിക്ക് വേണ്ടി ശബ്ദം വെച്ചതാണ്, അല്ലാതെ കുട്ടികൾ ഒരു അക്രമം അഴിച്ചു വിട്ടിട്ടില്ലല്ലോ. ആർട്ടിക്കിൾ 19 പ്രകാരം എവ്രി സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിതൗട്ട് വെപ്പൺസ്. മാരകായുധങ്ങളൊന്നുമില്ലാതെ അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാമെന്നത് ഭരണഘടന അനുശാസിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്നൊരു സംഗതിയാണ്. അപ്പൊ ആ ഭരണഘടനാ പ്രകാരം അവരുടെ റൈറ്റിന് വേണ്ടി അവർ നിലകൊണ്ടപ്പോ അവരെ ക്രൂരമായി വേട്ടയാടുകയാണ്. പക്ഷെ അവിടെയും ആ കുട്ടികളിൽ നിന്ന് കണ്ടത് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 19 പറഞ്ഞത് പ്രകാരമുള്ള സ്വഭാവമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അവിടെ ആ പോലീസ് വേഷത്തിലുള്ള ആളുകൾക്ക് അവരത്രമേൽ വേട്ടയാടിയ ആളുകളോട് അവർ പകരം ചോദിച്ചത് അവർക്ക് കിട്ടിയ ഭക്ഷണപ്പൊതികളും കൊണ്ട് അവരുടെ അടുക്കലേക്ക് ചെന്നിട്ടാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നാ പോലീസുകാരോട് ചോദിക്കുക. എത്രമേൽ മാന്യമാണ്, നമ്മളെ കൊണ്ട് പറ്റുമോ? അപ്പൊ നമ്മള് മോശമാണ് എന്ന് പറഞ്ഞ് മോശമാക്കുന്ന കുട്ടികളിൽ ഒരുപാട് നന്മകൾ നമുക്ക് പഠിക്കാനുണ്ട്. അവരെ വേദനിപ്പിച്ച ആ പോലീസുകാർക്ക് അവർ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന മനോഹരമായ കാഴ്ച. ഡോക്ടർ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ആ കുട്ടികളോട് വീണ്ടും പറയാനുള്ളത്. നമ്മളോട് എല്ലാവരോടും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, യു മസ്റ്റ് ഹാവ് ദ കറേജ് ടു ക്വസ്റ്റ്യൻ ഈവൻ ദ ഹൈയസ്റ്റ് അതോറിറ്റി. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള കഴിവുണ്ടാകണം, അത് എത്ര വലിയ അതോറിറ്റി ആണെങ്കിലും. ആൻഡ് ഇഫ് യു ആർ കൺവിൻസ്ഡ് ദാറ്റ് യു ആർ റൈറ്റ്, നിങ്ങളാണ് സത്യമെങ്കിൽ, നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ, നിങ്ങൾ അതിൽ ഉറച്ചു നിന്ന് ചോദ്യം ചെയ്തോളണം. നിങ്ങൾക്ക് എതിർഭാഗത്ത് നിൽക്കുന്നത് എത്ര വലിയ ആളുകളാണെങ്കിലും ശരി. അത്രമേൽ വലിയ പ്രചോദനം നൽകിയിട്ട് വിട പറഞ്ഞു പോയ ആളാണ് ഡോക്ടർ ജവഹർലാൽ നെഹ്റു. അതെത്രമേൽ വലിയ ക്രൂരമായ വേട്ടയാടലുകൾ നിങ്ങൾക്കെതിരുണ്ടെങ്കിലും ഇല്ലേ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയതൊക്കെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം എവിടെ പോയി എന്ന് ചിന്തിപ്പിക്കുമാർ അത്രമേൽ നമ്മെ വേദനിപ്പിച്ച സംഭവങ്ങളാണ്. ആ ശബ്ദം, ആ കുട്ടികളുടെ ശബ്ദം, അവർ ഇൻകുലാബ് വിളിക്കുന്ന ശബ്ദം, നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ശബ്ദം വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് പാതിരാത്രിക്ക് പ്രധാനമന്ത്രിക്ക് ഇതുവരെ ഇല്ലാത്തവണ്ണം ലൈവ് ഇടേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. ആ വിദ്യാർത്ഥികളുടെ ശബ്ദം ഹനിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികളാണ്. അത് നിലച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഐക്യദാർഢ്യവും ആ വിദ്യാർത്ഥികൾക്ക് പ്രഖ്യാപിക്കുകയാണ്. പടച്ച റബ്ബ്, പ്രപഞ്ചനാഥൻ അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.